എന്റെ അമ്മേ. Understand? Be careful. എന്തായി കാണിക്കുന്നേ? മദ്യപിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ടോന്ന്? പുറത്തിറങ്ങ്. മൈ ഗോഡ്, ഐ സേ ഗെറ്റ് ഔട്ട്. Stop it. ഇടിക്കലവനെ. ആ അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞവർക്ക് പറ്റണ പണിയാണോ ഇത്? എന്താ ചേട്ടത്തി? പറയാം. ആ മാഷ എവിടെ? അല്ല, ഇതാരും ഉണ്ണിയാർച്ചയോ? എന്താണിത്? കാസറ്റ്. അതെനിക്കറിയാം. ഇതിനകത്തുള്ള സിനിമാ പടം എന്താണെന്നാ ചോദിച്ചത്? തച്ചോളി മരുമകൻ ചന്തു. അത് പുറത്തൊട്ടിച്ച പേര്. ഇതിനകത്ത് എന്താണെന്നാ ചോദിച്ചത്? അതിപ്പോ ഞാൻ എങ്ങനെ അറിയാനാ? വേണ്ട വേണ്ട, അറിയാഭാവം നടിക്കണ്ട. കെട്ടിയോനെ പിരിഞ്ഞിരിക്കുന്ന പെണ്ണിന്റെ മനസ്സിലാക്കാൻ വേണ്ടി വേണ്ടാതീനങ്ങളുള്ള സിനിമ കൊണ്ടുകൊടുത്ത ആർക്കും മനസ്സിലാവില്ലെന്ന വിചാരം. വേണ്ടാതീനങ്ങൾ നല്ല ഫൈറ്റുള്ള പടാണെന്ന് വിചാരിച്ച് കണ്ടപ്പോഴല്ലേ സായിപ്പ് മദാമി കൂടി അയ്യോ എനിക്ക് പറയാനേ നാണക്കട. അമ്മച്ചി നല്ലോണം ഇരിക്കുന്ന അയൽക്കാരുമായിട്ട് വെറുതെ. അപ്പൊ നീയും കൂടി അത്തോണ്ടുള്ള പണിയാണല്ലേ? അങ്ങനെ വരട്ടെ. വായു മനസ്സറിയാത്ത കാര്യത്തിന് ചേട്ടത്തി വേണ്ടാത്ത അർത്ഥം കൊടുക്കരുത്. ഇതെന്തോ അബദ്ധം പറ്റിയതാ. അബദ്ധം? ഞാൻ ഉള്ളോടത്തോളം കാലം എന്റെ വീട്ടിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ നല്ല നേരത്തിന് ആ മലയാളം കാസ്കറ്റ് കാണാൻ തോന്നിയത്. ഇല്ലെങ്കിൽ ഗൾഫിൽ കിടന്ന് പൊരിയുന്ന എന്റെ മോന്റെ മാനം പോയേനല്ലോ കർത്താവേ. ഓടി അറവാണിച്ചി, ഇന്നലെ നിന്റെ പോപ്പ്. ഒന്നും തോന്നരുത്,
അമ്മച്ചിയുടെ സ്വഭാവം അറിയാലോ. കാസറ്റ് കടക്കാർക്ക് തെറ്റിയതായിരിക്കും. എന്തായാലും ഇനി കാസറ്റ് മാറുന്ന പരിപാടി വേണ്ട. മാത്രമല്ല ട്രീസ ഇനി ഇങ്ങോട്ട് വരാതിരിക്കുന്നതാവും നല്ലത്. സോറി. ട്രീസിയോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ആ തള്ള വിവരമില്ലാണ്ട് എന്തോ പറഞ്ഞു വെച്ച്. വേണ്ട, പണ്ടേ ഞാൻ പറയാറുള്ളതല്ലേ, ആവശ്യത്തിൽ കൂടുതൽ അടുപ്പം ആരോടും വേണ്ടാന്ന്. ഇപ്പൊ മതിയായില്ലേ? അല്ല ഗുഡ് മോർണിംഗ്. ആരാ ഇത് വരച്ചത്? Tell me, ആരാ ഇത് വരച്ചത്? Stand up. നിങ്ങളോടാ പറഞ്ഞത് stand up. നിങ്ങളാണോ ഇത് വരച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? ഞങ്ങളാ വരച്ചത്. Get out. Get out from the class. ഒട്ടിക്കരയുന്ന കുട്ടികളുടെ ഞെട്ടിപ്പിക്കുന്ന മനഃശാസ്ത്രയുടെ ടൈറ്റിലിൽ ഡോക്ടർ ശ്രീമതി ചന്ദ്രിക ചന്ദ്രമോഹൻ എഴുതിയ വിജ്ഞാനപ്രദമായ ഒരു സചിത്ര ലേഖനം ഈ ലക്കം മനസുഖം മാസികയിലുണ്ട്. മേനോൻ സാർ മനസ്സിരുത്തി ഒന്ന് വായിക്കണം. ചന്ദ്രിക ചന്ദ്രമോഹനോ? അതാരാ? സോറി സാർ, ബിസിനസ് സീക്രട്ട് ആണ്. സാറിനോടായതുകൊണ്ട് ഞാനത് തുറന്നു പറയാം. എന്റെ തന്നെ മറ്റൊരു മുഖമാണ് ശ്രീമതി ചന്ദ്രിക ചന്ദ്രമോഹൻ. വണ്ടി പോട്ടെ. മിസ് ചിന്നമ്മയല്ലേ? മിസ് ചിന്നമ്മയല്ല, മിസ്സസ് ചിന്നമ്മ കറിയാച്ചൻ. എന്നെ മനസ്സിലായോ? ആരോഗ്യ ആ. എന്ത് പറ്റിയതാ? പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് ആപ്പിലായ ഒരു നേതാവാ. മെന്റൽ ടെൻഷൻ കൊണ്ട് ആകെ കൺഫ്യൂഷനിലായി. ഇപ്പൊ ഗ്രൂപ്പിന്റെ കാര്യമേ വായി വരൂ. മാടപ്രാവിന്റെ മനസ്സാണെങ്കിലും കോഴിപ്പൂവന്റെ സ്വഭാവ. അല്ല മിസ്സസ് ചിന്നമ്മ കറിയാച്ചൻ എന്താ ഇവിടെ? ഡോക്ടർ ഗോൺസാൽവോ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? ഒരു മനോരോഗ പ്രശ്നം പറയാനാ. അദ്ദേഹം ഉണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഈയിടാ. മാങ്കുട്ടി സാറിനെ കാണാൻ ഒരു പേഷ്യന്റ് വന്നിരിക്കുന്നു. എന്നെ കാണാനോ? നിനക്ക് ആള് തെറ്റിയാവും. അല്ല, അന്ന് നമ്മൾ കോളേജിൽ എത്തിക്കേണ്ട ചിന്നമ്മയില്ലേ, അവരാ കൺസൾട്ടിങ്ങിന് വന്നതാ. അവരോട് ഇങ്ങോട്ട് വരാൻ താൻ എന്തിനാ പറഞ്ഞു? പിന്നെ എങ്ങോട്ട് വരാൻ പറയും? ഡോക്ടർ എന്ന് പറഞ്ഞ് ഇവിടുത്തെ അഡ്രസ് അല്ലേ കൊടുത്തിരിക്കുന്നത്. എന്നെ കൊണ്ടാ വേഷം കെട്ടിച്ചത് സാറ് തന്നല്ലേ. വേലിരുന്ന് പാമ്പിനെ പിടിച്ചു. കോളേജിൽ പറഞ്ഞയക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്തായാലും ഈ മുറിയിൽ നിന്ന് തന്റെ കൺസൾട്ട് നടക്കുന്ന പ്രശ്നമില്ല. ഈ മുറി തന്നെ വേണമെന്ന് ആര് പറഞ്ഞു? വേറെ ഏതെങ്കിലും കൊള്ളാവുന്ന ഡോക്ടറുടെ മുറി എന്നാലും മതി. നമ്മുടെ VIP മുറി ഉണ്ടല്ലോ, അങ്ങോട്ട് പോയാലോ? എവിടെങ്കിലും കൊണ്ടുപോയി പ്രതിഷ്ഠിക്ക്. ഡോക്ടർ ഗോൺസാൽവോസ് റൂമിലുണ്ട്, ചെല്ലാൻ പറഞ്ഞു. ശരി. മിസ്സസ് ചിന്നമ്മ കറിയാച്ചൻ. അതെ. ഇരിക്കൂ. ചിന്നമ്മയ്ക്ക് പ്രശ്നമുണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നല്ലേ? പ്രശ്നം എനിക്കല്ല, ഹസ്ബൻഡിനാ. എന്നാ ഹസ്ബൻഡിനെയും കുട്ടി വരായിരുന്നില്ലേ? അയ്യോ, അത് ഞാൻ അറിയാതെയാ വന്നത്. അറിഞ്ഞാ പിന്നെ അത് മതി. രോഗവിവരങ്ങൾ പറഞ്ഞ മരുന്ന് എന്തെങ്കിലും തരാൻ പറ്റുമെന്ന് അറിയാനാ ഞാൻ വന്നത്. എന്റെ ട്രീറ്റ്മെന്റിൽ ഇഞ്ചക്ഷനും സിസേറിയനും ഒന്നും യാതൊരു സ്കോപ്പുമില്ല. ഹോപ്പ്ലെസ് ആയ രോഗികളുടെ മാനസിക വ്യാപാരങ്ങൾ അപഗ്രഥിച്ച് സമീപനങ്ങളുടെ വ്യത്യസ്തതയിലൂടെ സുഖപ്പെടുത്തുന്ന ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ് ഞാൻ അവലംബിച്ചിട്ടുള്ളത്. ചിഹ്നം ആ കിടുതാപ്പ് അവിടെ വെക്കൂ. ആദ്യം രോഗി സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയട്ടെ. ഒക്കെ ഞാൻ പറയാം. I got it. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് സ്കൈസോഫ്രീനിയ എന്നാണ് പറയാറ്. ആർക്കിട്ടും പാര വെക്കരുതേ എന്ന് ഞാൻ എപ്പോഴും ഉപദേശിക്കാറുള്ളതാ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാരയല്ല ഈ പാര. ഇതൊരു മനോവൈകല്യത്തിന്റെ ശാസ്ത്രീയ നാമമാണ്. ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് സ്കൈസോഫ്രീനിയ.
ആദ്യം ചെയ്യേണ്ടത് ഭർത്താവ് മദ്യപിച്ച് വീട്ടിൽ വരുമ്പോ വാതിലടച്ച് കുറ്റിയിടണം. അങ്ങനെയാണ് ചെയ്യാറ്. ആ. അതിയനകത്ത് കയറിയ ഉടനെ ഞാൻ കുറ്റിയിടും. ഇതകത്ത് കയറ്റണ്ട, അതിന് മുമ്പ് കുറ്റിയിടണം. എന്റെ കർത്താവേ, കർത്താവല്ല ഭർത്താവ്. ആ, എത്ര നിർബന്ധിച്ചാലും തട്ടി വിളിച്ചാലും തെറി വിളിച്ചാലും വാതിൽ തുറക്കരുത്. മേലിൽ മദ്യപിച്ചു വന്നാൽ വാതിൽ തുറക്കില്ല എന്ന് തറപ്പിച്ചങ്ങ് പറഞ്ഞേക്കണം. എന്റെ ഈശോയെ, എനിക്ക് പേടിയാ. ആ, ഈ പേടിയാണ് നിങ്ങളെ അവസ്ഥ കൊണ്ടെത്തിച്ചത്. ഇത് തുടർന്നാൽ ഡെലൂഷൻ, ഇല്യൂഷൻ എന്നിവ ഡെവലപ്പ് ചെയ്യും. ഇത് ട്രീറ്റ്മെന്റിന്റെ ആദ്യ ഭാഗമാണ്. ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായ സമീപനമാണ് ഞാൻ പേഷ്യൻസിന്റെ അടുത്ത് വെച്ച് പുലർത്താറുള്ളത്. എന്നാലും സ്വന്തം ഭർത്താവിനെ. പിന്നെ അടുത്ത വീട്ടിലെ ഭർത്താവിനെ വെളിയിലാക്കി വാലടയ്ക്കാൻ പറ്റുമോ? എത്രയോ പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ അത്ര മടി? ഒരു കാര്യം ഞാൻ പറയാം, ഈ വാതിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷയുടെ വാതിലാണ്. ധൈര്യമായിട്ട് അടച്ചോളൂ. ക്ലോസ് ദ ഡോർ. ഇവളെന്നാ ചാത്തോ? എടി മൊട്ടക്കാരൻ കുട്ടപ്പന്റെ മോളെ, എടി വാതില് തുറക്കാൻ, ഇല്ല ഞാൻ ചവിട്ടി പൊളിക്കും. തുറക്കണി വാതില്, വാതില് തുറക്കണി, ചവിട്ടി പൊളിക്കും. തുറക്കാൻ പറ്റിയല്ല. പറ്റുമല്ലേ? എടി ഇത് ഞാനാ, നിന്റെ കരുത്തെ കുരിശ് കെട്ടിയ കെട്ടിയോ? തുറക്കണി, എടി തുറക്കേ. ഏത് ഒടയത്തമ്പുരാനാണേലും കള്ളും കുടിച്ചോണ്ട് വന്നാൽ ചിന്നമ്മ വാതില് തുറക്കുകയല്ല. ഇവിടെ മനുഷ്യർക്ക് മനസമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം. മനുഷ്യരോ? അത് ശരി. അപ്പൊ ഞാൻ എല്ലാ സമയത്തും മനുഷ്യന്മാരെ കേട്ടത് അകത്ത് കിടത്തിരിക്ക അല്ലേ? ഇറക്കി വിടുന്ന നിന്റെ കള്ള കാമുകനെ. എന്റെ ഈശോയെ, ഇത് എന്നതായി പറയുന്നത്? നിന്റെ സകല കള്ളത്തരങ്ങൾ ഇന്നത്തത് കൊണ്ട് ഞാൻ പൊളിക്കും. തുറക്കാൻ. നാട്ടുകാരെ വിളിച്ചു കൂട്ടി തൊണ്ടി സഹിതം പിടിപ്പിക്കുന്നതിന് മുമ്പ് മാനം വേണമെങ്കിൽ മര്യാദയ്ക്ക് തുറക്കാൻ. എന്റെ മാതാവേ. ആഹാ.